മാങ്ങയുടെ സീസണല്ലേ, മാങ്ങയെല്ലാം പഴുത്ത് തുടങ്ങി. പക്ഷെ നമുക്ക് മാങ്ങ ഇങ്ങനെ പഴുത്ത് കിട്ടാറുണ്ടോ? മാങ്ങയെല്ലാം പറിച്ച് പഴുപ്പിക്കാൻ വെച്ചു. നമ്മൾ പഴുത്തു നല്ല ഭംഗിയായിട്ട് ഒക്കെ പോളി നോക്കുമ്പോൾ ഇതായിരിക്കും ഗതി. അകം മുഴുവൻ പുറം കണ്ടാൽ നല്ല ഭംഗി, അകത്ത് തുറക്കുമ്പോൾ മുഴുവനും പുഴു തിന്നിട്ടുണ്ടാവും. ഒരു പുഴുവിനും കൊടുക്കാതെ നമുക്ക് ആ മാങ്ങ മുഴുവനും നന്നായി പഴുപ്പിച്ചെടുത്താലോ? അതിനായിട്ട് ആ മാങ്ങ മുങ്ങിക്കിടക്കുവാൻ പാകത്തിന് വെള്ളം കൊള്ളുന്ന ഒരു ബേസിനോ ചെരുവമോ എടുക്കുക. അതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ തിളച്ച 5 കപ്പ് വെള്ളം കൂടി ചേർത്ത് 2 പിടി ഉപ്പും ഇട്ട് വയ്ക്കുക. പറിച്ച മാങ്ങ ഓരോന്നായി ആ 50 ഡിഗ്രി ചൂടുള്ള ആ വെള്ളത്തിലേക്ക് ഇട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് പൊങ്ങി വരുന്ന മാങ്ങ താഴേക്ക് താത്തി ഒരു 15 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കുക. ചെറു ചൂടുവെള്ളത്തിൽ മാങ്ങയിടുമ്പോൾ മാങ്ങയുടെ തൊലിപ്പുറത്ത് ഈച്ച മുട്ടയിട്ടിട്ടുണ്ടാവും. ആ ചെറു ചൂടുവെള്ളത്തിൽ കിടന്നപ്പോൾ ആ മുട്ടയെല്ലാം വിരിയാതെ പോകും. അത് കളഞ്ഞില്ല എങ്കിൽ മാങ്ങ പഴുക്കുമ്പോഴേക്കും തൊലിപ്പുറത്തുള്ള മുട്ട പതുക്കെ വിരിഞ്ഞ് മാങ്ങയ്ക്കകത്തേക്ക് പുഴുവായി നമ്മൾ 3-4 പഴുക്കുമ്പോഴത്തേക്കും അകത്ത് മുഴുവൻ പുഴുവായി വിരിഞ്ഞിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റിന് ശേഷം മാങ്ങ ആ വെള്ളത്തിൽ നിന്നെടുത്ത് വെള്ളം വാലാൻ വയ്ക്കുക. വെള്ളം പോയി കഴിയുമ്പോൾ ചെറു ചൂടുണ്ടാവും മാങ്ങയ്ക്ക്. ആ ചൂടിൽ തന്നെ മാങ്ങ നല്ലപോലെ തുടച്ച് എടുക്കുക. തൊലിപ്പുറത്തുള്ള മുട്ട ചൂടുവെള്ളത്തിലിട്ട് നശിച്ചു പോകുന്നത് കൊണ്ട് പിന്നെ ആ മാങ്ങ കേടാകില്ല. ഒരു മാങ്ങ പോലും കേടാകാതെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ തുടച്ചെടുത്ത മാങ്ങ ഓരോന്നും ചെറിയ കടലാസിലോ വൈക്കോലിലോ പൊതിഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഹാർഡ്ബോർഡ് പെട്ടിയിൽ ചെറിയ സുഷിരമോ കാറ്റ് കിടക്കാൻ പാകത്തിന്, എന്ന് വെച്ചാൽ ആവി വെന്തു പോകാതെ ഒരു ചെറിയ ഹോളോ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ തുണിയിട്ട് മൂടോ എന്തെങ്കിലും ചെയ്ത് ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ പഴുത്തിട്ടുണ്ടാവും. വേറെ കാർബൈഡോ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ട് വയ്ക്കുന്നില്ല. ഒരു കാര്യം, ഈ പഴുക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഞാലിപ്പൂവൻ പഴമോ ഒരു പഴം എന്തെങ്കിലും വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ മാങ്ങ പൊതിഞ്ഞ് വെച്ചിട്ട് 5-ാം ദിവസമാണ് ഞാനിപ്പോൾ തുറക്കുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയായിരുന്നു, ഏതെങ്കിലും ചതവോ എല്ലാം ഉള്ളതെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞ് പോകും. ഇടയ്ക്ക് തുറന്ന് നോക്കണം, എന്തെങ്കിലും ചീഞ്ഞിലുള്ളതുണ്ടെങ്കിൽ എടുത്ത് കളയണം. ചതയും എല്ലാം ചെയ്ത മാങ്ങ അത് ചീഞ്ഞ് പോകും. പുഴുവല്ല, ചതഞ്ഞ മാങ്ങയുണ്ടെങ്കിൽ. അതുകൊണ്ടത് പൊട്ടിയതോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം. 5-ാം ദിവസം ഇങ്ങനെയാണ് എൻ്റെ മാങ്ങ കിട്ടിയത്. എല്ലാം തന്നെ പഴുത്തു. എന്നാലും നല്ലപോലെ പഴുത്തത് ഞാൻ രാവിലെ തന്നെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ചെത്തിയിരുന്നു. ആ ആദ്യമായിട്ടാണ് ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ ആയതുകൊണ്ട് അതുകൊണ്ട് നല്ലോണം പഴുത്ത മാങ്ങ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് മാങ്ങ ചെത്തിയത്. ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ എന്തിന് പോലും പുഴുവുണ്ടായില്ല. ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. ഈ മാങ്ങയൊക്കെ പഴുച്ചോടെ പഴുക്കാൻ നൽകിയില്ല. ഒത്തിരി മാങ്ങ ഉള്ളത് കാരണം ഞാൻ ഇപ്പോഴേ എടുത്ത് നോക്കിയതാണ്. 2 ദിവസമൊക്കെ തന്നെ നല്ലപോലെ പഴുക്കും. എല്ലാ മാങ്ങയും എല്ലാം നല്ല പഴുക്കും. ഞാൻ കാലത്ത് എടുത്തിരുന്നു കേട്ടോ, ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ലായിരുന്നു. ഇത് കണ്ട എല്ലാം തന്നെ പഴുക്കും. 100 മാങ്ങ പോലും കേടുണ്ടാവും. വേറെ പാത്രത്തിലുമുണ്ട്. രാവിലെ ഞാൻ അതുകൊണ്ട് എല്ലാവരും മാങ്ങ നേരത്തെ ഒത്തിരി പഴുത്ത് പോണതിന് മുമ്പ്, മാവിൽ കിടന്ന് പഴുത്ത് പോണതിന് മുമ്പ് പറിച്ച് വെച്ച് ഇതുപോലെ ചെയ്തതിൽ ഒറ്റ മാങ്ങ പോലും കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.